ഗായ്സ് അങ്ങനെ ISLന്റെ പുതിയ സീസൺ തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷയെന്ന് ചോദിച്ചാൽ ശരിക്കും ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. പൊതുവെ പുതിയൊരു സീസണ് മുന്നോടിയായിട്ട് നമുക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ സീസൺ അങ്ങനെയല്ല. കാരണം ഞാൻ നോക്കിയിട്ട് പിച്ചിലും പുറത്തുമായിട്ട് നമ്മൾക്ക് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഡേവിഡ് കാറ്റലയും ഈ പുതിയ ISL സീസണിൽ നേരിടാൻ പോകുന്ന 5 ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ലബിന്റെ ചില തീരുമാനങ്ങളിലൂടെ നമ്മൾ ഫാൻസ് തോറ്റ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. അമയുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം നോറ ഫെർണാണ്ടസും ക്ലബ്ബ് വിട്ടു. ഇവിടെ റിലയബിൾ ആയിട്ടുള്ള പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ട് പ്ലെയേഴ്സും അവരുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടാണ് മോഹൻ ബഗാനിലേക്കും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിലേക്കും പോയതെന്നാണ്. ഈ ട്രാൻസ്ഫറുകളുടെ പിന്നിൽ ഈ പ്ലെയേഴ്സ് നമ്മുടെ ക്ലബ്ബുമായിട്ട് നടന്ന കോൺവെർസേഷൻ എന്താണെന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. നമ്മളത് അറിയാനും പോകുന്നില്ല. ഒരു പ്ലെയർ തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് വേറൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് മാനേജ്മെന്റിൽ അതിൽ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ആ ഒരു പ്ലെയർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ഒരു പക്ഷേ മാനേജ്മെന്റ് ആയേക്കാം. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫറുകളുടെ പിന്നിലെ സത്യം നമ്മൾ ആരും ഒരിക്കലും അറിയില്ല എന്നുള്ളതാണ്. അമയും നോറയും ഇതുപോലെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അവരൊരു സ്റ്റേറ്റ്മെന്റിലൂടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അവരിൽ നിന്ന് നമ്മളത് എക്സ്പെക്റ്റും ചെയ്യരുത്. കാരണം പ്ലെയേഴ്സ് ആണ്, ഇന്ത്യൻ ഫുട്ബോൾ മൊത്തത്തിലൊരു അൺസർട്ടനിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ തന്നെ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഡീൽ കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യും. അൾട്ടിമേറ്റ്ലി നമുക്കിത് ഭയങ്കര ഇമോഷണൽ ഡിസിഷൻ ഒക്കെ ആണെങ്കിലും അവർ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനി നമ്മുടെ ക്ലബിനോട് ചോദിക്കാമെന്ന് കരുതിയാലോ, അവർ പറയും ഈ ഒരു ഡിസിഷൻ പ്യുവർലി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ആസ്പെക്റ്റിൽ നിന്ന് എടുത്തതാണെന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കുമെന്നും. ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നിങ്ങളും ഞാനും ഒക്കെ 2014 തൊട്ട് ഈ ക്ലബ്ബിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, അത് ഫിസിക്കൽ ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് ചെറുതൊന്നുമല്ല. അങ്ങനെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ക്ലബിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് ആർക്കും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും ഈ ക്ലബിൽ ഉണ്ടാവും. എനിക്കറിയാം എല്ലാ തീരുമാനങ്ങളും എല്ലാ ഫാൻസിനെ ഒന്നും ബോധിപ്പിക്കാനാവില്ല. പക്ഷെ നിങ്ങൾ ഫാൻ അഡ്വൈസറി ബോർഡ് പോലത്തെ റിഫർമേഷൻസ് ഒക്കെ ഈ ക്ലബിൽ കൊണ്ടുവരുമ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആരാധകരിലേക്ക് അത് എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. അത് എത്തുന്നില്ല എന്നുള്ളത് വലിയ നിരാശ തന്നെയാണ്. നമ്മുടെ പ്ലേയേഴ്സിൽ ആരൊക്കെ സാലറി കട്ട് എഗ്രി ചെയ്തു, ഇനി അമൈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്താണ് മോഹൻ ബഗാന് കളിക്കാൻ പോയതെങ്കിൽ ആ പ്ലെയറിനെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വീണ്ടും കളിപ്പിക്കാനാണോ നമ്മുടെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിലൊന്നും നമ്മുടെ ക്ലബിന്റെ സ്റ്റാൻഡ് വ്യക്തമല്ല. ഈ ഒരു പുകമറ മാറാതെ ഒരു വിഭാഗം ഫാൻസിന്റെ വിശ്വാസം നേടിയെടുക്കാൻ നല്ല പാടാണ്. അതിനാകെക്കൂടെ ഉള്ള വഴി മത്സരങ്ങൾ തുടർച്ചയായിട്ട് ജയിക്കുക എന്നുള്ളത് തന്നെ. പക്ഷെ അതിൽ നമ്മൾ എന്തുകൊണ്ട് 100% ഉറച്ച് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സീസണിൽ പന്തുരുളുന്നതിന് മുമ്പ് തന്നെ കാറ്റലയും ടീമും ഫാൻസിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ISLൽ വേറെ ഒരു ക്ലബിനും ഈ സീസണിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ചാലഞ്ച് ഇല്ല. അത് ഓൾറെഡി ഡിഫിക്കൽട്ടായ ഒരു സീസണെ ഒന്നുകൂടെ ഡിഫിക്കൽട്ട് ആക്കും. അടുത്ത പോയിന്റ് വളരെ ഓബ്വിയസ് ആണ്. അത് നമ്മുടെ പുതിയ ഫോറിൻ താരങ്ങളെ നമ്മുടെ ടീമിലേക്ക് സക്സസ്ഫുള്ളി ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമാണ് ഇതിനു മുമ്പ് നമ്മുടെ ടീമിന്റെ ഭാഗമായിരുന്ന ഒരു ഫോറിൻ പ്ലെയർ പോലും ഇല്ലാത്തത്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ഒരു ഓൾ ഇന്ത്യൻ സ്ക്വാഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവരെ മാറ്റി നിർത്തിയാൽ ഈ സീസൺ ISLൽ നമ്മൾ നേരിടാൻ പോകുന്ന ബാക്കി എല്ലാ ടീമിലും ആ ടീമിന് നേരത്തെ കളിച്ച് പരിചയമുള്ള ഒരു ഫോറിനറെങ്കിലും ഉണ്ട്. ഈ സീസണിൽ നമ്മുടെ ടീമിലേക്ക് വന്ന ഫോറിൻ താരങ്ങളെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും നമുക്കില്ല. ബട്ട് ദ ജനറൽ ഫീലിംഗ് ഈസ് നമ്മുടെ ഹുവാൻ റോഡ്രിഗസോ കോൾഡോ ഒബിയറ്റോ ടിയാഗോയൊക്കെ ആദ്യ മത്സരത്തിൽ പുറത്തെടുത്ത ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഇവരാരും തന്നെ തുടക്കത്തിൽ പുറത്തെടുക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ ഈ സീസണിൽ മത്സരങ്ങൾ നേരെ പകുതിയായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 12 മത്സരങ്ങളെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ളൂ. ഒരുപാട് ടൈം എടുത്തൊരു കംബാക്ക് നടത്താനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഈ സീസൺ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ക്ലിക്ക് ആയില്ലെങ്കിൽ അത് ടീമിന് ഗുണവും ചെയ്യില്ല. വേറൊരു മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ സൈനിങ്സിൽ കെവിൻ യോക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും റെഗുലർ ആയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓമാർ ബാ ഓൾമോസ്റ്റ് ഒരു വർഷം ഫ്രീ ഏജന്റ് ആയിരുന്നു. മാർലോൺ റൂസ് ട്രൂയിയോയും വിക്ടർ ബർട്ടോമിയോയും 4 മാസത്തോളം ഒരു ക്ലബിന്റെയും ഭാഗമല്ലാണ്ട് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റേസ് ഹെർണാണ്ടസിന്റെ ഗെയിം ടൈമും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ വളരെ നെഗ്ലിജിബിൾ ആണ്. ലീഗ് തുടങ്ങാൻ ഇത്രയും താമസിച്ചുകൊണ്ട് തന്നെ എല്ലാ ടീമിന്റെ ഫോറിൻ താരങ്ങളും അവരുടെ ടീംമേറ്റ്സ് ആയിട്ട് റെഗുലർ ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല.
പക്ഷെ നമ്മുടെ ടീമിൽ മാത്രമാണ് ഇത്രയധികം ഫോറിൻ താരങ്ങൾ ഒരു പുതിയ എൻവയൺമെന്റിലേക്ക്, ഒരു പുതിയ സെറ്റപ്പിലേക്ക് വരുന്നത്. പഴയ പോലെ തോറ്റു തുടങ്ങുകയാണെങ്കിൽ കംബാക്കിനുള്ള ടൈം ഈ സീസൺ ഉണ്ടാവില്ല. ഇനി പ്ലെയർ ഇന്റഗ്രേഷനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു കാര്യമാണ്, ആൻഡ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡേവിഡ് കാറ്റലിക്ക് തന്നെയാണ്. പുള്ളി കഴിഞ്ഞ 2 ടൂർണമെന്റുകളിൽ ഈ ജോലി വളരെ നന്നായിട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടീം സെലക്ഷനെ കുറിച്ചും ഇൻ ഗെയിം മാനേജ്മെന്റിനെ കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് എന്ന നിലയ്ക്ക് ഡേവിഡ് കാറ്റലിക്ക് ഒരു ടീം സെലക്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ പുള്ളി കേൾക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്താവുമ്പോഴോ ഒരു മത്സരം തോക്കുമ്പോഴോ എന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു കോച്ചും ഒരു മത്സരം തോക്കാൻ വേണ്ടി ഒരു ടീമിനെ സെലക്ട് ചെയ്യുമെന്ന്. കാറ്റൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കാരണം പുള്ളിക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും. ആൻഡ് ഐ റെസ്പെക്ട് ഇറ്റ്. പക്ഷെ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളതാണ് കാര്യം. ആൻഡ് കഴിഞ്ഞ സൂപ്പർ കപ്പിൽ നമ്മൾ പുറത്തായതോടെ കാറ്റലെ കുറച്ച് പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്ദീപ് സിംഗിനെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആക്കിയതും മുംബൈ സിറ്റിക്കെതിരെ ആ ഗോൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ഫോറിൻ താരങ്ങൾ എല്ലാവരെയും പിൻവലിച്ചതും അന്നും ഇന്നും തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ 2 തീരുമാനങ്ങളുടെയും ഗ്രാവിറ്റി എത്രത്തോളം വലുതായിരുന്നെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുമുണ്ട്. സോ ദ ഐഡിയ ഈസ് സിമ്പിൾ. എല്ലാ പൊസിഷനിലും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കളിക്കട്ടെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിലും പലപ്പോഴും പണ്ട് നമ്മൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇഗ്നോർ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാറ്റല ഈ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ കലവടയ്ക്കുന്ന സിറ്റുവേഷൻ കാണേണ്ടി വരും. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കാണ്ടിരിക്കും? കഴിഞ്ഞ ISL സീസണിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റുകളിൽ ഒന്നായിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വന്ന വീഴ്ചകൾ. സൂപ്പർ കപ്പിൽ നിന്ന് നമ്മൾ പുറത്തായപ്പോഴും എല്ലാവരും നോറയുടെ പെർഫോമൻസിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ചോയ്സ് ഷോർട്ട് സ്റ്റോപ്പർ വന്നെന്നുള്ളൊരു സന്തോഷം. ഇപ്പതേ നോറയും ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. നിലവിലെ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ അപ്പൊ സച്ചിൻ തന്നെ ആയിരിക്കും അല്ലേ? ആൻഡ് ഐ ഹോപ്പ് ഹി ക്യാൻ പെർഫോം. ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിനും സച്ചിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസണാണ് വരാൻ പോകുന്നത്. നോറയുടെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ വീണ്ടും ആ സ്പോട്ട് ലൈറ്റ് നമ്മുടെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. കളി തുടങ്ങുമ്പോൾ തന്നെ ഇനി എല്ലാവരും അതായിരിക്കും ചിന്തിക്കുന്നത്, ഗോൾ കീപ്പർ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വീണ്ടും പ്രശ്നങ്ങൾ നേരിടുമോ? കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, ആ ഒരു മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രം എത്ര പോയിന്റ്സ് ആണ് നമുക്ക് നഷ്ടമായത്, എത്ര മത്സരങ്ങളിലാണ് നമ്മൾ ആ ഇൻഡിവിജ്വൽ എറർ കൊണ്ട് മാത്രം കളി തോറ്റത്. സോ ദ പ്രഷർ വിൽ ബി ഓൺ. കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ഡേവിഡ് കാറ്റലയുടെ തീരുമാനം ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തോന്നി. നോറ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. സച്ചിൻ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്തെങ്കിലും 1 മിനിറ്റ് പോലും കളിക്കാതെ ബെഞ്ചിലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം ഒരു കോച്ച് പ്ലെയറിന് നൽകുന്ന ഒരു വലിയ മെസ്സേജ് ആണ്, നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻ അല്ല. നമ്മൾ ഓർക്കണം, വേറൊരു പൊസിഷൻ പോലെയല്ല ഗോൾ കീപ്പർ പിച്ചിൽ ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു സബായിട്ട് ഇറങ്ങാനുള്ള അവസരം വരെ വളരെ റെയറാണ്. ആൻഡ് ഈ സീസൺ വീണ്ടും നമ്മുടെ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തിരിച്ചു വരുമ്പോൾ അതൊരു പുതിയ ചാലഞ്ച് തന്നെയാണ്. കാരണം ഇവിടെ ആ ഗോൾ കീപ്പറും കോച്ചും തമ്മിലുള്ള ട്രസ്റ്റ് വീണ്ടും ബിൽഡ് ചെയ്യണം. സച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയറിൽ വളരെ നല്ല മൊമെന്റ്സും ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജീവിതം എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഒരു സെക്കൻഡ് ചാൻസ് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് ചാൻസ് സച്ചിന് 2 കൈ നീട്ടി സ്വീകരിക്കാനാവട്ടെ. ട്രോഫി ഒന്നും ഇല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ യൂത്ത് ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് ഐമനു അസറു ഈ ക്ലബ്ബ് വിട്ടു പോയപ്പോൾ കാറ്റലക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നത്. ആൻഡ് ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരം കാത്തു നിൽക്കുന്ന ഓരോ യുവതാരവും സീനിയർ ലെവലിൽ അവരുടെ കരുത്ത് തെളിയിച്ച് ഈ ക്ലബിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം കാത്തിരിക്കുന്ന പ്ലെയേഴ്സാണ്. എബിൻ ദാസ് സൂപ്പർ ലീഗ് കേരള ചാമ്പ്യൻ, മുഹമ്മദ് അഫ്സൽ സൂപ്പർ ലീഗ് കേരള ബെസ്റ്റ് പ്ലെയർ, സന്തോഷ് ട്രോഫിയിൽ മിന്നുന്ന പ്രകടനം, ശ്രീകുട്ടൻ കാറ്റലയുടെ ആദ്യത്തെ സൂപ്പർ കപ്പിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു. ഈ വർഷം RFDL ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു. മക്കാക്യും ഡാനിയലിനെ ക്ലബ്ബ് ലോണിന് സൈൻ ചെയ്തിട്ടുണ്ട്. ഡ്യൂറൻ കപ്പിൽ ഹാട്രിക് അടിച്ച സ്ട്രൈക്കറാണ്. സലഹുദ്ദീൻ തിരിച്ചു വന്നിട്ടുണ്ട്. സൂപ്പർ കപ്പിൽ നമുക്കെതിരെ ഗോൾ അടിച്ചിട്ടുള്ള വിങ്ങറാണ്. ഇതൊന്നും പോരാണ്ട് ഇവിടെ നിഹാലും കോറും യോഹെൻബ പരിക്കാണെന്ന് കേൾക്കുന്നു, എവിടെയാണെന്ന് അറിയില്ല, വന്നാൽ അയാളും ഉണ്ട്. പിന്നെ എത്ര പ്ലേയേഴ്സ്, അമാവിയുണ്ട്, ഇഷ്ടം പോലെ യങ് പ്ലേയേഴ്സ് ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഇവരെല്ലാവരും കൂടെ എത്ര മിനിറ്റ് എവിടെ എപ്പോ എങ്ങനെ കളിക്കുമെന്നുള്ളതാണ്. ഓബ്വിയസ്ലി ഇവരിൽ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ എക്സ്റ്റെൻഡഡ് ടൈം പുറത്തിരിക്കേണ്ടി വരും. ആൻഡ് റിസൾട്ടുകൾ നമ്മുടെ ഫേവറിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന് കാറ്റല പ്രഷർ ഫേസും ചെയ്യും. ഐമന്റെ അസറിന്റെയും ട്രാൻസ്ഫർ ആരുടെയും മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഇതിനൊക്കെ പുറമെ അത്സലോ എബിനോ ശ്രീകുട്ടനോ ഒക്കെ ബെഞ്ചിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ
തീർച്ചയായിട്ടും ആൾക്കാർ അതിനെതിരെ സംസാരിക്കും. അപ്പൊ കാറ്റലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഹാപ്പിയാക്കി എല്ലാവർക്കും ഫ്രീക്വന്റ് ആയിട്ട് മിനിറ്റ്സ് കൊടുത്ത് പുറത്തെയും അകത്തെയും നോയ്സിനെ സൈലൻസ് ചെയ്യുക എന്നുള്ളതൊരു ചാലഞ്ചാണ്. കാറ്റല എന്ന കോച്ച് ക്ലബിനെ 2 സൂപ്പർ കപ്പിലാണ് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഫാൻസിന്റെ ഫുൾ ഫോഴ്സിൽ പുള്ളി ഇതുവരെ കളിച്ചിട്ടില്ല. ഓബ്വിയസ്ലി ആ ഒരു അറ്റ്മോസ്ഫിയർ ഏതൊരു ടീമിനും ഒരു വലിയ പ്രചോദനമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ റിസൾട്ടുകൾ ഫേവറബിൾ അല്ലെങ്കിൽ ഈ ഫാൻസ് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പ്രൊട്ടസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ക്ലബ്ബ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാ സീസണും തരാറുണ്ട്. ഇനി അതിനൊക്കെ പുറമെ ക്ലിയർ ട്രാക്ക് റെക്കോർഡുള്ള നമ്മുടെ മലയാളി താരങ്ങൾക്ക് ഇവിടെ കളിക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പാത്വേയും കൂടെ ഇല്ലാണ്ടാവുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പ്രശ്നം കുറച്ചും കൂടെ രൂക്ഷമാവും. ഇതാണ് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സും ഡേവിഡ് കാറ്റലയും ഈ സീസൺ നേരിടാൻ ചാൻസ് ഉള്ള 5 ബിഗസ്റ്റ് ചാലഞ്ചസ് അക്കോർഡിംഗ് ടു മീ. ഒബ്വിയസ്ലി ഞാൻ ഇതിനകത്ത് കന്തിരവ കേഴ്സിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ആക്ച്വലി സ്റ്റാറയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ അതൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. ഈ ഫിക്സ്ചർ BFC കേരള ബ്ലാസ്റ്റേഴ്സ് ഫിക്സ്ചർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു ശാപമാണത്. അതുകൊണ്ട് തന്നെ അത് എല്ലാ സീസണിലും ഒരു ചാലഞ്ച് തന്നെയാണ് അവിടെ പോയി ജയിക്കുക എന്നുള്ളത്. എന്തായാലും ഇതൊരു സീസൺ പ്രിവ്യൂ വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. മോഹൻ ബഗാനായിട്ടുള്ള മാച്ചിന് മുന്നോടിയായിട്ട് വേറെ മാച്ച് പ്രിവ്യൂ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ മത്സരത്തിന് ശേഷം നമ്മുടെ ക്ലാസിക് ഐറ്റമായ 5 things we learned ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബാക്കിയുള്ള മത്സരങ്ങളും കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓബ്വിയസ്ലി വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയായിരിക്കും ഈ സീസണിൽ വീഡിയോസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും, വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിലും വീഡിയോ ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മളിങ്ങനെ ഒരു ഫ്ലോയിലായിരിക്കും, ഇങ്ങനെ സംഭവം കാണുക, മാച്ച് കാണുക, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, സാധനം ഇടുക. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ പല കാര്യങ്ങളും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടോ, എന്താണ് ആ ഫീഡ്ബാക്ക് എന്ന് നിങ്ങളിൽ നിന്ന് അഭിപ്രായം വരാണ്ട് എനിക്ക് അത് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാത്ത എന്തെങ്കിലും ഒരു ചാലഞ്ചോ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാറ്റല ഈ സീസണിൽ നേരിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പോഴത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ കോണ്ടന്റ്. നമ്മൾ ഈ സീസൺ ഫുൾ ഫോഴ്സിൽ തന്നെ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് 14-ാം തീയതി മാച്ചിന് ശേഷം കാണാം അല്ലേ. എല്ലാവരും മത്സരങ്ങൾ കാണുക. ഫാൻ കോഡിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സോണി TV ബ്രോഡ്കാസ്റ്റ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഈ സീസൺ നമ്മൾ കാണും, സപ്പോർട്ട് ചെയ്യും ടീമിനെ. അമിതമായ ഹൈപ്പൊന്നും ആർക്കും ഇല്ലെന്ന് എനിക്കറിയാം, എനിക്കും ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും മാച്ചസ് കാണുക. എന്നിട്ട് നമുക്ക് പോകെ എന്താണ് കാര്യങ്ങളെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ഈ സീസണിലുണ്ടാവും. എല്ലാം നമുക്ക് ഒരുമിച്ച് ഒന്നായിട്ട് നേരിടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ സാറ്റർഡേ വരാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.